ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല എളുപ്പമുള്ള ഐറ്റമായിട്ട് കേട്ടോ വന്നത്. നമ്മൾ ചപ്പാത്തി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. 2 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് ഞങ്ങൾ കോഴിക്കോട്ടിലൊക്കെ പറയുന്നത് ഇതിൻ്റെ പേര് പിച്ചി ചപ്പാത്തി എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ചപ്പാത്തി ഇങ്ങനെ കഷ്ണാക്കി മുറിച്ചിടണം. കഷ്ണാക്കി മുറിച്ചിട്ടിട്ട് ഇതിപ്പോൾ ഞാൻ 4 ചപ്പാത്തി എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വലിപ്പം ചിലർ ഭയങ്കര ചെറുതാക്കും, ഇത്രയും മീഡിയം സൈസാക്കും, ചിലപ്പോൾ ചിലർ കുറേ കൂടി വലുതാക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പാൻ എടുത്തു, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു, എന്നിട്ട് നമ്മൾ ശർക്കര ഉരുക്കണം. ഇത് ആക്ച്വലി നല്ല ശർക്കരയാട്ടോ, ഒട്ടും അഴുക്കില്ലാത്ത ശർക്കര, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഉരുക്കുന്നത്. ഇനി അല്ലാത്ത ശർക്കരയാണെങ്കിൽ ചിലപ്പോൾ ചിലതിനൊക്കെ കല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെയാണെങ്കിൽ നമ്മൾ ആദ്യമേ ഉരുക്കിയിട്ട് അരിപ്പയിൽ അരിച്ചിട്ടാണ് യൂസ് ചെയ്യുക കേട്ടോ. ഇത് നല്ല ശർക്കരയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇത് ഇങ്ങനെ ഉരുക്കാൻ വേണ്ടി വെച്ചു. അത്യാവശ്യം നല്ലോണം ഉരുകണം, അതായത് നല്ലോണം അല്ല, ഫുള്ള് ഉരുകണം. ഫുള്ളായിട്ട് നമ്മൾ ഒന്ന് കുറുകും വേണം കേട്ടോ, ലൂസായിട്ടല്ല. നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ടാണ് ഈ സംഭവം ഉണ്ടാവുക. അപ്പോൾ നല്ലോണം ഒന്ന് ഇത് ഉരുക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിലിടേണ്ടത് ഏലക്കായാണ്. അപ്പോൾ ഏലക്കായ നമ്മൾ ഒന്നെങ്കിൽ ഏലക്കായൻ്റെ പൊടി ഇടാം, അല്ല ഏലക്കായ അതുപോലെ ഇടാം. ഞാൻ എപ്പോഴും മിക്കവാറും ഞാൻ ഒരു ഏലക്കായ ഫുള്ളായിട്ടിടും, കാരണം ഏലക്കായൻ്റെ ആ ഒരു പുറത്തെ തോലിന് നല്ലൊരു ഫ്ലേവർ നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ഏലക്കായ ഇട്ടു, ബാക്കിയൊക്കെ ഞാൻ അല്ലാണ്ട് തൊലി കളഞ്ഞിട്ട് ഇട്ടു. എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടി ഒന്ന് വെച്ചു, കുറച്ചും കൂടി ഒന്ന് കുറുകാൻ വേണ്ടി വെച്ചു. അത്രയേ ഉള്ളൂ, വേറെ അതിൻ്റെ അകത്ത് ഒന്നും പണിയൊന്നുമില്ല. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ മുറിച്ച് വെച്ച ചപ്പാത്തി ഇതിലിടണം. അപ്പം ഈ ചപ്പാത്തി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഞാനിന്ന് രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് വൈകുന്നേരം ഈ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അല്ല, നമ്മൾ 2 ദിവസമൊക്കെ അല്ലെങ്കിൽ തലേന്നത്തെ ചപ്പാത്തി ഉണ്ടല്ലേ ഫ്രിഡ്ജിൽ വെച്ചിട്ട്, പക്ഷേ നല്ല കട്ടിയായിട്ടുണ്ടാവും ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട്, മരക്കഷ്ണം പോലെ ആയിരിക്കണം. അങ്ങനത്തെ ചപ്പാത്തിയൊക്കെ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് ഒന്ന് ചിലപ്പം കുറച്ചുകൂടി നേരം എന്ത് ചെയ്യണം, 2 മിനിറ്റ് കൂടി അധികം സോട്ട് ചെയ്യണം. അപ്പോഴത്തേക്ക് അത് സോഫ്റ്റായി കിട്ടും, നമുക്കത് വേസ്റ്റായി കളയേണ്ട കാര്യമേ ഇല്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫൈനലി നമുക്ക് തേങ്ങ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ അത്യാവശ്യം നല്ലോണം വേണം, എന്നാലാണ് നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ വൈകുന്നേരം നമുക്ക് സ്നാക്സ് ആയിട്ട്, ഇപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി എല്ലാ കുട്ടികൾക്കൊന്നും ഈ ചപ്പാത്തിയൊന്നും കറീൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കേണ്ട സാധനമാണ്. അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി ചപ്പാത്തി ഒന്നും ബാക്കി ഉണ്ടായി കഴിഞ്ഞാൽ കളയേ ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.